വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണ് നമ്മൾ ഒരുപാട് നാളെ കാത്തിരിപ്പിന് ശേഷം വന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന റിസൾട്ട് പുറത്തു വന്നത്. ജനാധിപത്യം മരിച്ചിട്ടില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിനും ജനാധിപത്യ വിശ്വാസികൾക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇന്നത്തെ ഈ റിസൾട്ട്. മോദി ഗ്യാരണ്ടിക്ക് മങ്ങലേൽക്കുന്ന ഒന്നുകൂടിയാണിത്. അതുപോലെ തന്നെ പിണറായിയുടെ പ്രഭാവം അതിനും മങ്ങലേറ്റു. കേരളത്തിലെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF 18 സീറ്റ് കിട്ടി. തിരുവനന്തപുരം, ആലത്തൂരും പോയി. എങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ പ്രതിനിധികളായി പോകാൻ കേരളത്തിൽ നിന്നും 18 പേരുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJP തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറന്നു. അത് BJPക്ക് ആത്മവിശ്വാസം, മുന്നോട്ടുള്ള പ്രയാണത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ്. പിന്നെ ഈ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം കേന്ദ്രത്തിൽ കിട്ടിയിട്ടില്ല. BJPക്ക് ഭരിക്കണേ NDAയുടെ പിന്തുണയും കൂടി വേണം. എന്നാൽ മാത്രമേ BJPക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭരിക്കാൻ പറ്റുള്ളൂ. അതും BJPക്ക് ഏറ്റവും ഒരു അടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് ഭരിക്കണമെങ്കിലും മറ്റു കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. എന്തായാലും ഏതൊക്കെ കക്ഷികൾ BJPയുടെ കൂടെ കൂടും, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ കൂടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആരധികാരത്തിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ചില അധികാരം കിട്ടിയാൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന ചില നിർണായക തീരുമാനങ്ങളുണ്ട്. ഏക സിവിൽ കോഡ് ഉൾപ്പെടെ അതവർക്ക് നടപ്പിലാക്കാനുള്ള ഒരു ഭൂരിപക്ഷം അവർക്കില്ല. അപ്പം എന്തായാലും ജാതിയുടെയും മതത്തിൻ്റെയും അതീതമായി ജനാധിപത്യം എന്നും നിലനിന്ന് രാജ്യം സുരക്ഷിതമായ ഒരു കൈകളിലാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.